മകന് ചാത്തു എന്ന പേര് നൽകി. അനന്തരം മാക്കം പ്രസവിച്ച് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായാൽ കൊള്ളാമെന്ന ആഗ്രഹം ക്രമത്തിലധികം വർദ്ധിക്കുകയാൽ അവളുടെ സഹോദരന്മാർ അതിന് സംഖ്യയില്ലാതെ ധനവ്യയം ചെയ്ത് അനവധി സൽക്കർമ്മങ്ങൾ നടത്തി. അതൊക്കെ കൊണ്ട് നാത്തൂന്മാർക്ക് അസൂയ പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അവർക്ക് ഒന്നും ചെയ്യാനും ചെയ്യിക്കാനും സാധിക്കായികയാൽ എല്ലാം സഹിക്കുക തന്നെ ചെയ്തു. ആരെല്ലാം എന്തെല്ലാം വിചാരിച്ചാലും എത്രമാത്രം അസൂയപ്പെട്ടാലും സുലഭമഹോ ഗുണികൾക്ക് വാഞ്ചിതാർത്ഥം എന്നുള്ളതിന് വ്യത്യാസം വരുന്നില്ലല്ലോ. മാക്കം രണ്ടാമതും ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ നാത്തൂന്മാരുടെ അസൂയ പരമകാഷ്ഠയെ പ്രാപിച്ചു. മാക്കത്തിന്റെ സഹോദരന്മാരുടെ സന്തോഷവും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ ഭാഗിനേയ്ക്ക് യഥാകാലം ചീരു എന്നു പേരിടുകയും ചോറൂണ് കെങ്കേമമായി നടത്തുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു ദിവസം മുമ്പ് ആട്ടാൻ കൊടുത്തിരുന്ന എള്ളാട്ടിയ എണ്ണയും കൊണ്ട് ഒരു വാണിയൻ കടാങ്കോട്ട് ചെന്നിരുന്നു. ആ സമയം ആ തറവാട്ടിലെ പുരുഷന്മാർ 12 പേരും നായാട്ടിനും അവരുടെ ഭാര്യമാരിൽ പുരാണി എന്തോ ഗൃഹജോലിക്കും ശേഷം 11 പേരും കുളിക്കാനും മാക്കത്തിന്റെ ഭർത്താവ് കൃഷിസ്ഥലത്തേക്കും പോയിരിക്കുകയായിരുന്നു. മാക്കം ഋതുവായിരിക്കുകയുമായിരുന്നു. അതിനാൽ വാണിയനോട് എണ്ണ അളന്നെടുക്കുന്നതിനും നിനക്ക് ആട്ടുകൂലി തന്നതിനും ഇപ്പോൾ സൗകര്യമില്ല. ഞാൻ തീണ്ടാരി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ വന്നാൽ എണ്ണ അളന്നെടുക്കുകയും നിനക്ക് കൂലി തരികയും ചെയ്യാം. എണ്ണ ആ പാത്രത്തിൽ തന്നെ ഇവിടെ ഇരിക്കട്ടെ. നീ പുറത്ത് ആ വരാന്തയിൽ നിന്നുകൊണ്ട് എണ്ണപ്പാത്രം അകത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ പോവുക എന്ന് പറഞ്ഞു. അവൻ അപ്രകാരം വരാന്തയിൽ നിന്നുകൊണ്ട് എണ്ണപ്പാത്രം അകത്തേക്ക് വച്ചിട്ട് മുറ്റത്തേക്കിറങ്ങി. കുളിക്കാൻ പോയിരുന്ന നാത്തൂന്മാർ കുളി കഴിഞ്ഞ് മടങ്ങി വന്ന് വരാന്തയിലേക്ക് കയറുകയും വാണിയൻ മുറ്റത്തേക്കിറങ്ങുകയും ചെയ്തത് ഒരേ സമയത്തായിരുന്നു. വാണിയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ആ സ്ത്രീകൾ മാക്കത്തെ വളരെ ശകാരിച്ചു. എടി കുലടെ, നിന്റെ കള്ളത്തരമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നിനക്കൊരു ഭർത്താവുണ്ടല്ലോ, പിന്നെ ഈ വാണിയനും കൂടി വേണമോ? തീണ്ടലും തീണ്ടാരിയും വർജിക്കാത്ത നിനക്ക് രാവും പകലും ഒരുപോലെ എന്നത് അത്ഭുതമല്ല. നീ ഈ മാന്യ തറവാട്ടിലേക്കും കളങ്കമുണ്ടാക്കാനായി ജനിച്ചവളാണ്. നിന്റെ സഹോദരന്മാർ വരട്ടെ, നിന്റെ ഈ ദുഷ്കൃത്യങ്ങളെ നിർത്താൻ അവരെ വിചാരിച്ചാൽ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയണം. തറവാടികളിലുള്ള സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയാൽ കുടുംബം മുടിഞ്ഞു പോകുമല്ലോ. ഇതുകേട്ട് പുരാണി അവിടെ എത്തി ചെവികൾ പൊത്തിക്കൊണ്ട്, അയ്യോ ശിവശിവ, ഇത് മഹാപാപമാണ്. നിഷ്കളങ്കിയായ ഈ പതിവ്രതാ രത്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ നാവ് പുഴുക്കും. സർവസാക്ഷിയായിട്ട് ഒരു ഈശ്വരൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്തത് കഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് ആ ചേട്ടത്തിമാർ പുരാണിയെയും ഇട്ട് വളരെ ശകാരിച്ചു. അപ്പോൾ മാക്കം പുരാണിയോടായിട്ടായി പറഞ്ഞു, ജ്യേഷ്ഠത്തി അമ്മ മിണ്ടാതെ ഇരിക്കണം. അവർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, എനിക്കതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ലോകമലയാർ കാവിൽ ഭഗവതി തന്നെ ഇതിന് ഉത്തരം പറഞ്ഞുകൊള്ളൂ. പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാക്കത്തിന്റെ സഹോദരന്മാർ നായാട്ട് കഴിഞ്ഞ് മടങ്ങി വന്നു. അന്ന് രാത്രിയിൽ തന്നെ അവരിൽ 11 പേരെയും അവരുടെ ഭാര്യമാർ തലയിണ മന്ത്രം ജപിച്ചു മയക്കി. മാക്കം സദൃത്തയും പതിവ്രതയുമാണെന്നുള്ള വിശ്വാസവും അവളെക്കുറിച്ച് വളരെ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്ന ആ സഹോദരന്മാരുടെ മനസ്സ് മയങ്ങി. ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകണമെങ്കിൽ ആ നാത്തൂന്മാരുടെ തലയണ മന്ത്രത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ടായിരിക്കണം. പിറ്റേ ദിവസം കാലത്തെ ആ 11 സഹോദരന്മാരും കൂടി മാക്കത്തെ വിളിച്ച്, ഇന്ന് ലോകമലയാർക്കാവിൽ നിറമാല എന്ന ആഘോഷമുണ്ടല്ലോ. അത് തമ്പുരാൻ നടത്തുന്നതാകൊണ്ട് വളരെ കേമമായിരിക്കും. നിനക്കത് കാണാൻ പോകേണ്ടയോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് നിന്റെ മനസ്സിന് ഉന്മേഷവും ദേഹത്തിന് സുഖവും ഇല്ലാതിരിക്കുന്നത്. അതിനാൽ നീ കുറേശ്ശെ പുറത്തിറങ്ങി സഞ്ചരിക്കുകയും വേണം. ഈ കുട്ടികളെയും കൊണ്ട് കാവിൽ പോയി ദേവിയെ വന്ദിക്കുന്നത് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും തറവാട്ടേക്കും ശ്രേയസ്കരമാണല്ലോ. ദേവിയെ വന്ദിക്കുന്നതിന് ഇത്രയും മുഖ്യമായിട്ട് വേറെ ഒരു ദിവസമില്ല. ഈ ആഘോഷം കാണാൻ പോയിക്കൊള്ളുകയാണ് നീ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ ആഘോഷം കൊല്ലംതോറും ഉള്ളതാണെങ്കിലും ഇക്കൊല്ലം പതിവിൽ കൂടുതലായി ചില വിശേഷങ്ങൾ കൂടി ഉണ്ടെന്ന് കേട്ടു. ആട്ടെ, വേഗം തയ്യാറാവുക, ഒട്ടും താമസിക്കേണ്ട. വഴി 4-5 നാഴികയുണ്ടല്ലോ. ഈ കുട്ടികളെയും കൊണ്ട് നടന്നെത്തണമല്ലോ. തൊഴാനായിട്ട് പോകുമ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് യുക്തമല്ല. ഞങ്ങളും നടന്നാണ് പോകുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോകണം. നിന്റെ ഭർത്താവ് കൂടെയില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ കൂടെയില്ലാതെ നീ തനിച്ചു പോവുകയില്ലല്ലോ. അങ്ങനെ പോകുന്നത് ശരിയുമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് മാക്കം, ഇതിനു മുമ്പ് പലപ്പോഴും നിറമാല ആഘോഷം കാണാൻ പോകാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊരിക്കലും അനുവദിക്കാത്ത ഇവർ ഇപ്പോൾ ഇതിന് നിർബന്ധിക്കുകയും സ്നേഹഭാവത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നത് വിചാരിച്ചാൽ തന്നെ
ഇതിലെന്തോ ചതിയുണ്ടെന്ന് തീർച്ചയായും. അങ്ങനെയാവട്ടെ. ഈ ദുഷ്ടജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ്. ഈ അവസാന കാലത്ത് എൻ്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നതും ഭാഗ്യദോഷം തന്നെ. ഞാൻ പോയതായിട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം എന്നെ അനുഗമിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അദ്ദേഹത്തെ അപ്പോൾ കണ്ടുകൊള്ളാം. ഇപ്പോൾ അതിനായിട്ട് താമസിക്കുന്നില്ല. ഈ ദുഷ്ടന്മാരുടെ ആഗ്രഹം വേഗത്തിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുറപ്പിച്ചിട്ട് ക്ഷണത്തിൽ പോയി കുളിച്ചു വന്ന് പതിവ് പോലെ ഭഗവതിയെ ധ്യാനിച്ച് മനസ്സുകൊണ്ട് പൂജിച്ച് സ്തുതിച്ചിട്ട് ധവളഭസ്മവും നിർമ്മല വസ്ത്രവും ധരിച്ചു. പിന്നെ മാക്കം അവിടെ തൻ്റെ വകയായിട്ടുണ്ടായിരുന്ന പൊന്നും പണവും പെട്ടികളും പ്രമാണങ്ങളും പണ്ടങ്ങളും വസ്ത്രങ്ങളുമെല്ലാം തീയിലിട്ട് ചുട്ടു ഭസ്മമാക്കി. ഒരു വസ്ത്രവും ഒരു മുലക്കച്ചയും അവൾ ധരിച്ചിരുന്നു. അവ രണ്ടുമല്ലാതെ വേറെ യാതൊന്നും അവൾ എടുത്തില്ല. മാക്കം തൻ്റെ കുട്ടികളോടുകൂടി പുറപ്പെട്ടപ്പോൾ നാത്തൂന്മാർ 12 പേരും ഒരുപോലെ അശ്രുക്കൾ പൊഴിച്ചു. പുരാണി സന്താപം കൊണ്ടും മറ്റവർ സന്തോഷം കൊണ്ടുമായിരുന്നു. ആ നാത്തൂന്മാരുടെ ഭാവപകർച്ച കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ കുട്ടികളോട് നടന്നു. 11 സഹോദരന്മാരും അവളോടുകൂടി തന്നെ പോയി. അങ്ങനെ 2-3 നാഴിക ദൂരം പോയപ്പോൾ മാക്കം വല്ലാതെ ക്ഷീണിച്ചു. അവൾക്ക് കുട്ടികളെയും കൊണ്ട് സഹോദരന്മാരോടൊപ്പം നടന്നെത്താൻ വയ്യാതായി. അപ്പോൾ സഹോദരന്മാർ മാക്കത്തോട് സ്നേഹഭാവത്തോടു കൂടി, "നീ വല്ലാതെ ക്ഷീണിച്ചുവെന്ന് തോന്നുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്ന് സ്വല്പം വിശ്രമിച്ചിട്ട് പോയാൽ മതി" എന്ന് പറഞ്ഞു. അവിടം മനുഷ്യവാസമില്ലാത്ത ഒരു വനപ്രദേശമായിരുന്നു. ആ ഭയങ്കര വനം കണ്ടപ്പോൾ മാക്കം, ഇവിടെ വച്ചായിരിക്കുമോ ഇവർ എൻ്റെ കഥ കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഭക്തിപൂർവം ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യസമേതം ഒരു മരത്തണലിൽ ചെന്ന് തൻ്റെ കുട്ടികളെ അടുക്കിലിരുത്തിക്കൊണ്ട് അവിടെയിരുന്നു.